മാറ്റങ്ങൾ വിലയിരുത്തപ്പെടണം. ആർക്ക് തന്നെ മാറ്റം ഉണ്ടാകുകയാണ്? സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഇസ്തിഗാസയുടെ വിഷയത്തിലടക്കം മാറ്റം സംഭവിക്കുന്നു. കൊട്ടപ്പുറത്ത് എന്തിനാണ് വാദപ്രതിവാദം നടത്തിയത്? പൂടൂരിൽ എന്തിനാ വാദപ്രതിവാദം നടത്തിയത്? പൂനൂരിൽ എന്തിനാ വാദപ്രതിവാദത്തിന് പോയത്? ഒരുപാട് നടത്തിയെന്നല്ലേ പറഞ്ഞത്? എന്തിനാ ഖണ്ഡന പരമ്പരകൾ നടത്തിയത്? ഇസ്തിഗാസ ശിർക്കൊന്നല്ല, എന്നാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മളിൽ ഉണ്ടായി വരുന്നു. ശരിയല്ല, ഇസ്തിഗാസ ചെയ്യണം എന്ന് ഒരു സമയത്ത് വഅദ് പറയുന്ന ആ ഭാഗം, അത് സഖാഫികളെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ. ബുർദയിൽ പറയുകയുണ്ടായി, ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പം ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാതെ ശിർക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും ഞാൻ ചോദിച്ചോളന്നില്ല. ഈ എത്രയാണാ ചോദിച്ചത്? ഇമാം ബൂസീരി അത് മാത്രമല്ല, ഇബ്നു തങ്ങൾ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂലിനോട് എൻ്റെ ഈമാൻ സലാമത്താക്കി തരണം, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഇമാം ഇബ്നു ഇമാം സുബുക്കി, ഇമാം സുയൂത്തി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം, ഇമാം ബൈളാവി, കഴിഞ്ഞു പോയ എല്ലാ മുഹദ്ദിസുകളും എല്ലാ മുഫസ്സിറുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടല്ലാതെ അവരാരും കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഫത്തബിഊനി എന്ന് ഒരു ആയത്തിൽ പറഞ്ഞു, വിശദീകരിച്ച് പറയാണ്. ഇസ്തിഗാസ നേരിട്ടുള്ള സഹായം തേടണം. അങ്ങനെ ചോദിച്ചിട്ടല്ലാതെ അഹ്ലുസുന്നയുടെ ഒരു ഇമാമും കഴിഞ്ഞു പോയിട്ടില്ല. ഇദ്ദേഹം അന്ന് വാദിച്ച ശക്തമായി നമ്മളിതിനൊക്കെ പിന്തുണ കൊടുത്തതാന്ന് ധൈര്യത്തിൽ പറയൂന്ന് പറഞ്ഞതാ. പിന്നെന്താ സംഭവിച്ചെന്നറിയോ? ശിഷ്യന്മാർ വന്ന് ഇദ്ദേഹത്തിന് ക്ലാസ് എടുത്തു. വലിയ ശിഷ്യല്ലേ, കുറ്റ്യാടിയിൽ നിന്ന് വരുന്ന അയാൾ തന്നെ. 2-3 മണിക്കൂറൊക്കെ എന്താ ചെയ്യാന്നറിയോ? വാതിലങ്ങ് അടച്ചിട്ട് ആർക്കും പ്രവേശനമില്ല, കിതാബുകളൊക്കെ വെച്ചിട്ട് മൊയ്ലിയാർക്ക് അങ്ങോട്ട് ക്ലാസ് എടുക്കാം. എല്ലാ സപ്പോർട്ടും ചെയ്യാൻ മകൻ അബ്ദുൽ ഹക്കീം അസ്ഗരിയും. ഒടുവിൽ ഇസ്തിഗാസക്ക് വേണ്ടി മശായിഖിനോട്, അമ്പിയാക്കളോട് നേരിട്ടുള്ള ചോദ്യം, അതാണ് ഏറ്റവും പ്രധാനമെന്ന് ജീവിതത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഒഴികെ മുഴുവൻ സമയവും വാദിച്ച് അതിനുവേണ്ടി പ്രസംഗിച്ച ആൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രസംഗത്തിൽ ഇസ്തിഗാസ മൂപ്പർക്ക് മറന്നുപോയി. അമ്പിയാ ഉലിയാക്കന്മാരുടെ ഖബറിൻ്റെ സമീപത്ത് വന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് മൂപ്പർ പറയുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളി. അതിൽ മൂപ്പർ എണ്ണി പറയുന്നുണ്ട്, ഖബറിൻ്റെ അടുത്ത് വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടുക. നേരെ തേടുന്നത് മൂപ്പരെ ഡിക്ഷണറിയിൽ തന്നെയല്ല. മാറ്റം വന്നിട്ടുണ്ടോന്ന് ഞങ്ങൾ വെറുതെ പറയുകയല്ല, നിങ്ങൾ ചെക്ക് ചെയ്യ്. കഴിഞ്ഞ ആഴ്ചയിലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും ശുഹദായെയും സയ്യിദന്മാരെയും ആലിമീങ്ങളെയും സിയാറത്ത് ചെയ്യൽ ഏറ്റവും പുണ്യമായ അമലുകളിൽ പെട്ടതാണെന്ന് മഹാന്മാർ വിവരിച്ചതായി നമുക്ക് കാണാം. ഇത് വിവരിക്കാൻ വേണ്ടി മാത്രം അൽ ജൗഹറുൽ മുനല്ലം എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് നമ്മൾ സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ പോയി മക്കാമ് നുള്ളിപ്പറിച്ച് തിന്നൊന്നല്ല. നമ്മളവിടെ ഖുർആൻ ഓതുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്നു. അല്ലാഹ് ഈ ശുഹദാഇന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ദോഷം പുറത്തു തരണം അല്ലാഹുവേ. ഇതാണ് നമ്മളെ ദുആ, നമ്മളെ സിയാറത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാണ്. അതും അത് തന്നെയാണ്. അവ എന്തൊക്കെയാ മൂപ്പർ ഇതാരാ എണ്ണുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മുജാഹിദ് ബാലുശ്ശേരിയല്ല, TP അബ്ദുള്ള കോയ മദനിയല്ല, AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ഞാൻ വെക്കുന്നത്. സിയാറത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ മുൻനിർത്തി അള്ളാനോട് തേടലാണ്, അവിടെ ഖുർആൻ ഓതലാണ്. അങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹിന്റെ സമീപത്ത് എന്നാലും സുന്നിയിൽ അത്രയും കടികട്ടിയുള്ള നിങ്ങൾ EK ഉസ്താദിന് ആദർശത്തിൽ സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞ് വേറെ സമസ്ത ഉണ്ടാക്കിയ നിങ്ങൾ ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ, അമ്പിയാക്കളുടെ തിരുഹദറത്തിലെത്തിയാൽ നമ്മൾ ചെയ്യുന്ന സിയാറത്തിന്റെ മുഖ്യഭാഗം അവരോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് നഷ്ടപ്പെട്ടു പോയി? ഇതൊരു ചോദ്യമല്ലേ കൂട്ടുകാരെ? എവിടെ ഇസ്തിഗാസ? എന്താ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞത്? യാതാൽ ഒരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവീനെന്നോവർ. അതാ മൂപ്പര് പറഞ്ഞ തവസ്സുൽ. കഴിഞ്ഞോ? നമ്മുടെ ഇസ്തിഗാസയല്ലേ ആദ്യം പറയേണ്ടത്? അതല്ലേ മഹാൻ പറഞ്ഞത്? എന്നോട് തേടുവീൻ വേണ്ടുന്നതഫേരും എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. എന്നോട് തേടുവീൻ, സലൂനി എന്നോട് ചോദിക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹി. അഹ്ലുസുന്നയുടെ ആളുകൾ സിയാറത്ത് പറയുമ്പോൾ ആദ്യം എണ്ണി പറയേണ്ടത് ഏതാ? നേർക്ക് നേരെ അവരോട് ചോദിക്കാന്നുള്ളതാണ്. ഇപ്പം മടവൂര് ശൈഖുനാന്റെ അടുത്ത് മൂപ്പര് ഹയാത്ത് കാലത്ത് പോയാൽ എന്താ ചെയ്യുക? തവസ്സുല അവിടെ ചെയ്യല്? നേരെ ചോദിക്കല്ലേ, ശൈഖവറുകളെ എനിക്ക് രോഗമുണ്ട്, വാദപ്രതിവാദത്തിന് പോയി പനി പിടിപെട്ടുപോയി, എന്ത് ചെയ്യണം? ശൈഖുനെ മാറ്റിക്കൊടുക്കല്ലേ നേരിട്ടല്ലേ ഈ സംഭവങ്ങളൊക്കെ? ഇപ്പൊ പിന്നെ എവിടുന്ന് ഇത് വന്നത്? നേരിട്ടുള്ള ഇസ്തിഗാസ എവിടെ പോയി? അതാ ഞാൻ കഴിഞ്ഞ കാരന്തൂർ പ്രസംഗത്തിൽ വെല്ലുവിളിച്ചത്. സമസ്ത AP വിഭാഗത്തോടാണ് എൻ്റെ ചോദ്യം. അമ്പിയാ ഉലിയാക്കളുടെ മുന്നിൽ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അവതരിപ്പിച്ച് അവരോട് നേർക്കുനേരെ സഹായം തേടുന്നത് ഫലപ്രദമാണ്, അത് സുന്നത്താണ്, ചെയ്യേണ്ടതാണ് എന്നൊന്ന് ജനസമക്ഷം വിളിച്ചു പറയാൻ AP സമസ്തയുടെ മുഴുവൻ മുഷാവറകളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഉറപ്പായില്ലേ? മശായിഖന്മാരെ സംഘമല്ലാതെ ഇന്ന് സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നില്ല എന്ന് ആർക്കാഞ്ഞ് സംശയമുള്ള? ഇവിടെ തവസ്സുല് വഹാബി അംഗീകരിക്കുന്നതാ, അത് ബിദ്അത്താണ് എന്നൊക്കെ ശിർക്കാന്ന് കേൾക്കുമ്പോൾ അതല്ല എന്നല്ല. ഇബ്നു തൈമിയൊക്കെ പലപ്പോഴും അംഗീകരിച്ച് പോയതുമാണ് തവസ്സുൽ. ഇത് ആര് പറയുന്നു എന്ന് നിങ്ങൾ നോക്കണം. ഇത് പറയുന്നത് ഇതിനു വേണ്ടി വാദപ്രതിവാദം നടത്തി, ഇതിനു വേണ്ടി ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നീക്കിവെച്ച ഉസ്താദാണ്. ശിഷ്യൻ വിജയിക്കുന്നു, ഗുരു പരാജയപ്പെടുന്നു. അതാ ഞാൻ പറഞ്ഞു, യമൻക്ക് പിന്നെ പോവാം, ഇവിടുത്തെ കാര്യം ഒന്ന് ശരിയാക്കി യമനിലേക്ക് നമുക്ക് പിന്നെ പോകാം. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ തൂക്കിക്കൊല്ലാനാ ശ്രമിക്കുന്നത്, അതിനനുവദിക്കുകയില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്.